പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 24 മുതലുള്ള വാക്യങ്ങളാണ്. 21 മുതൽ 23 വരെ ഞാൻ വിശദീകരിച്ചു. ഇനി നമുക്ക് 24 മുതൽ വായിക്കാം. നമുക്ക് വായിക്കാം. മർക്കോസ് 5:24 മുതൽ. യേശു അവൻ്റെ കൂടെ പോയി. വലിയൊരു ജനക്കൂട്ടം തിങ്ങി ഞെരുങ്ങി പിന്തുടർന്നു. 12 വർഷമായി വായിച്ചോ രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. പല വൈദ്യന്മാരുടെ അടുത്ത് പോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. അവൾ യേശുവിനെക്കുറിച്ച് കേട്ടിരുന്നു. ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ അവൻ്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു. അവൻ്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കുമെന്ന് അവൾ വിചാരിച്ചിരുന്നു. തൽക്ഷണം അവരുടെ രക്തസ്രാവം നിലച്ചു. താൻ രോഗവിമുക്തയായിരിക്കുന്നുവെന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു. യേശുവാകട്ടെ തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്നറിഞ്ഞ് പെട്ടെന്ന് ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞു ചോദിച്ചു, ആരാണ് എൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത്? ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ജനം മുഴുവൻ നിനക്ക് ചുറ്റും തിക്കിക്കൂടുന്നത് കാണുന്നില്ലേ? എന്നിട്ടും ആരാണ് എന്നെ സ്പർശിച്ചത് എന്ന് നീ ചോദിക്കുന്നുവോ? ആരാണത് ചെയ്തതെന്നറിയാൻ അവൻ ചുറ്റും നോക്കി. ആ സ്ത്രീ തനിക്ക് സംഭവിച്ചതറിഞ്ഞ് ഭയന്ന് വിറച്ച് അവൻ്റെ കാൽക്കൽ വീണ് സത്യം തുറന്നു പറഞ്ഞു. അവൻ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോവുക, വ്യാധിയിൽ നിന്ന് വിമുക്ത ആയിരിക്കുക. അപ്പം നമുക്കിനി ഈ രക്തസ്രാവക്കാരി സ്ത്രീയെ ശ്രദ്ധിക്കാം. ഇവളുടെ പ്രത്യേകത 12 വർഷമായിട്ട് ഇവൾ ഈ വ്യാധിയിൽ വേദന അനുഭവിക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം ശാരീരിക രോഗം മാത്രമല്ല. നമുക്കൊരു രോഗം വരുന്നത് പോലെ മാത്രമല്ല ഇതിൻ്റെ ഇവളെ അഫക്റ്റ് ചെയ്യുന്ന അതിൻ്റെ ഇമ്പാക്റ്റ് ഒരു ബയോളജിക്കൽ ഡിസീസ് എന്ന് പറയുന്നൊരു പ്രശ്നം മാത്രമല്ല, മറിച്ച് ഈ ലേവ്യരുടെ പുസ്തകം അതെടുത്തേ. ലേവ്യരുടെ പുസ്തകം 15-ാം അധ്യായം 25 മുതൽ 27 വരെ. സ്ത്രീക്ക് ഋതുകാലത്തല്ലാതെ വളരെ ദിവസത്തേക്ക് രക്തസ്രാവം ഉണ്ടാവുകയോ അശുദ്ധിയുടെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും രക്തസ്രാവം നീണ്ടു നിൽക്കുകയോ ചെയ്താൽ ഋതുകാലത്തെന്ന പോലെ ഈ ദിവസങ്ങളിലെല്ലാം അവൾ അശുദ്ധയായിരിക്കും. രക്തസ്രാവമുള്ള ദിവസങ്ങളിൽ അവൾ കിടക്കുന്ന കിടക്കയെല്ലാം ഋതുകാലത്തിൽ എന്ന പോലെ അശുദ്ധമായിരിക്കും. അവൾ ഇരിക്കുന്നിടമെല്ലാം ഋതുകാലത്തിൽ എന്ന പോലെ അശുദ്ധമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ എന്തിൽ തൊട്ടാലും അതെല്ലാം അശുദ്ധമാവും. 12 വർഷമായിട്ട് ഈ രോഗം മാറാതെ, ഹെമറേജ്, വുമൺ വിത്ത് ഹെമറേജ് എന്ന് പറയുന്നത്, ബ്ലീഡിങ്, ഓവർ ബ്ലീഡിങ്. അപ്പോൾ ഈ പ്രശ്നമായിട്ടുള്ള ഈ സ്ത്രീ എവിടെ തൊട്ടാലും, ഇപ്പം ഇവിടെ തൊട്ടാൽ ഈ സാധനം അശുദ്ധമാവും. കസേരയിലിരുന്നാൽ കസേര അശുദ്ധമാവും. പാത്രത്തിൽ തൊട്ടാൽ പാത്രം അശുദ്ധമാവും. ഫുഡിൽ തൊട്ടാൽ ഫുഡ് അശുദ്ധമാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ സ്ത്രീ എങ്ങനെ ജീവിക്കും? 12 വർഷമായിട്ട് ഇത് അനുഭവിക്കുകയാണ് ആ സ്ത്രീ. റിച്വലി അൺക്ലീൻ, ആചാരപരമായ അശുദ്ധി. അപ്പം ഇതൊരു രോഗം മാത്രമല്ല. വേറൊരു വാക്യം വായിച്ചേ, ലേവ്യർ 20:18. ഒരുവൻ ആർത്തവകാലത്ത് സ്ത്രീയോടുകൂടി ശയിക്കുകയും അവളുടെ നഗ്നത അനാവൃതമാക്കുകയും ചെയ്താൽ അവൻ അവളുടെ സ്രാവം അനാവൃതമാക്കുന്നു. അവൾ തന്നെ തൻ്റെ രക്തസ്രാവവും 2 പേരെയും സ്വജനത്തിൽ വെച്ചെന്ന് പറഞ്ഞാൽ കുടുംബജീവിതം ഇല്ല. ഇവള് മാരീഡ് ആണെങ്കിൽ ദാമ്പത്യ ബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ അവരെ രണ്ടുപേരെയും ജനത്തിൽ നിന്ന് പുറത്താക്കണമെന്നാണ് പറയുന്നത്. ഇതായിരുന്നു നിയമം. മറ്റൊരു വാക്യം വായിച്ചേ, ലേവ്യരുടെ പുസ്തകം 15:31 മുതൽ 33 വരെ. ഇങ്ങനെ ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിലുള്ള എൻ്റെ കൂടാരം അശുദ്ധമാക്കി തങ്ങളുടെ അശുദ്ധിയിൽ അവർ മരിക്കാതിരിക്കേണ്ടതിന് നീ അശുദ്ധിയിൽ നിന്നവരെ അകറ്റണം. ശുക്ലസ്രാവമോ ബീജസ്രാവമോ മൂലം അശുദ്ധരാവുന്ന ഒരു നിയമമാണിത്. മാസമുറ മൂലം അശുദ്ധരായവർക്കും സ്രാവമുള്ള പുരുഷനും സ്ത്രീക്കും അശുദ്ധയായ സ്ത്രീയോടുകൂടെ ശയിക്കുന്നുള്ള നിയമം എന്ന് പറഞ്ഞാൽ ഇവർ ദേവാലയത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ആരാധനയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരാണ്. 3 മേഖലയാണ്. എന്താണ്? ഒന്ന്, വീട്ടിൽ ഒന്നിലും തൊടാൻ പറ്റില്ല, ഐസൊലേറ്റഡ് ആയിട്ട് കഴിയണം. രക്തസ്രാവമുള്ള സ്ത്രീ, ഇത് തമാശയ്ക്ക് പറഞ്ഞിരിക്കുന്ന നിയമമാണോ? അല്ല. 613 നിയമങ്ങൾ സ്ട്രിക്റ്റായിട്ട് ഒബ്സർവ് ചെയ്തിരുന്നൊരു കമ്മ്യൂണിറ്റിയാണിത്. അവർ സമ്മതിക്കില്ല ഈ സ്ത്രീയെ ഒന്നിലും വീട്ടിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, വീട്ടിൽ ഈ സ്ത്രീയെ ഒരു സാധനത്തിൽ തൊടാൻ സമ്മതിക്കില്ല. അവർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ആരും പോവില്ല. അവരിയ്ക്കുന്ന കസേരയിൽ ആരും ഇരിക്കില്ല.
അവർ കിടക്കുന്ന കട്ടിലിൽ ആരും ഇരിക്കില്ല, തൊടില്ല. അവർ തൊടുന്ന ഭക്ഷണം ആരും കഴിക്കില്ല. അൺടച്ചബിലിറ്റി, അയിത്തം. അപ്പൊ സോഷ്യൽ ഡിസ്റ്റൻസിങ്, സാമൂഹ്യ അകലം, ഐസൊലേഷൻ. അപ്പോൾ ഒരു വെറും ശാരീരിക രോഗം മാത്രമായിട്ട് ഇതിനെ കാണരുത്. ഈ സ്ത്രീ അനുഭവിച്ചുകൊണ്ടിരുന്നത് ബയോളജിക്കൽ, സൈക്കോളജിക്കൽ, സ്പിരിച്വൽ ക്രൈസിസ് ആണ്. ജൈവപരമായ രോഗം, മാനസിക പീഡ, ആത്മീയ പ്രശ്നം. അതായിരുന്നു ഈ സ്ത്രീക്ക് ഈ രോഗം 12 വർഷമായിട്ട്. അപ്പോൾ ഈ വിധത്തിൽ വിഷമം അനുഭവിച്ചിരുന്ന ഈ സ്ത്രീ യേശു വരുന്നു എന്ന് കേട്ടു. മാത്രമല്ല, അവളെക്കുറിച്ച് പറയുന്നത് ഉണ്ടായിരുന്ന പണം മുഴുവൻ പല വൈദ്യന്മാരുടെ അടുത്ത് പോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തു. ഡോക്ടർമാരുടെ അടുത്ത് പോയി എല്ലാ പൈസയും ചെലവാക്കി. സാഹചര്യങ്ങൾ കൂടുതൽ കൂടുതൽ മോശമായിക്കൊണ്ടിരുന്നതല്ലാതെ അവളുടെ സ്ഥിതി മെച്ചപ്പെട്ടില്ല എന്നാണ് പറയുന്നത്. അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. അടുത്ത വാക്യം 27, അവൾ യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, അവൾ യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു. വേറൊരു വാക്യത്തിൽ പറ, മറ്റൊരു വാക്യത്തിൽ പറ, അവൾ യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു. വേറൊരു വാക്യത്തിൽ പറ ഞാനീ പറഞ്ഞ ആശയം. ആരോ അവളോട് യേശുവിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇങ്ങനെ പ്രതിസന്ധി അനുഭവിക്കുന്ന പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ, കോടിക്കണക്കിന് ആളുകൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. വ്യത്യാസം എന്താ? ആരും അവരോട് യേശുവിനെ കുറിച്ച് പറയുന്നില്ല. അവൾ യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു. കേട്ടത് കൊണ്ടാണ് പോവാം, തൊടാം. 12 വർഷമായിട്ട് ഒരു ഡോക്ടറിനും, ഒരു മരുന്നിനും, ഒരു ആശുപത്രിക്കും സുഖപ്പെടുത്താൻ പറ്റാത്ത ഈ സ്ത്രീ യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ മേലുള്ള ബാധ്യത. നമ്മുടെ മേൽ ദൈവം വെച്ച് തരുന്നൊരു ബേർഡൻ ഇതാണ്. ഇതാണ് പൗലോസ് പറയുന്ന, സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ആരോ അവളോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു. അടുത്ത വാക്യം, ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ അവൻ്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു. അവൻ്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും എന്നവൾ വിചാരിച്ചിരുന്നു. അപ്പം ഇവിടെ ഇവൾ ചെന്നിട്ട്, നമുക്ക് മലയാളത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവളുടെ വസ്ത്രത്തിൽ തൊട്ടു എന്നാണ് പറയുന്നത്. പക്ഷെ ശരിക്കും അവൾ തൊട്ടത് ഈ യഹൂദ റബ്ബിമാരുടെ ഉടുപ്പിൻ്റെ താഴെ തൊങ്ങലുകൾ ഉണ്ടായിരുന്നു, ഫ്രിഞ്ചസ് ഉണ്ടായിരുന്നു. അത് ഈ ഏറ്റവും താഴെ ഈ ഫ്രില്ല് പോലെ ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട്. അത് നിയമം ഇവർ പാലിക്കുന്നവരാണ് എന്നതിൻ്റെ സൂചനയായിരുന്നു പഴയ നിയമത്തിൽ. ഞാൻ പഴയ നിയമം പഠിപ്പിച്ചപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട്, ഉടുപ്പിൻ്റെ ഏറ്റവും അടിയിലത്തെ പാളി. അപ്പോൾ ഇവൾ ചെന്നിട്ട് തൊടുന്നത് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലാണ്, ഈ താഴെ അറ്റത്താണ്. അപ്പം താഴെ അറ്റത്ത്, ഇപ്പോൾ ഈ ചിത്രം നിങ്ങൾ നോക്കിയോ, ഈ ചിത്രത്തിൽ എവിടെയാണ് തൊടുന്നേ? താഴെയാ തൊടുന്നേ. അപ്പോൾ ഈ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ തൊടാം. എന്തുകൊണ്ടാണ് അവളങ്ങനെ ചിന്തിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് തോന്നുന്നത്, ഈ നേരെ ചെന്ന് തൊട്ടാൽ ഇവളെ അറിയാവുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിൽ കാണും. ഇവൾ ഈ അസുഖമുള്ള ആളാണെന്ന് അറിഞ്ഞാൽ ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലാം, സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കാം. അപ്പം അതുകൊണ്ട് ഈ ജനക്കൂട്ടത്തിനിടയിൽ അവൾ ഇഴഞ്ഞു പോയിട്ടുണ്ടാവും. നേരെ പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ പിന്നെ കാലേ പോയി തൊടേണ്ട ആവശ്യം എന്താ? മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലത്ത് ഒരു സ്ത്രീക്ക് നിലത്തിരുന്ന് അവൻ്റെ കാലേ തൊടുക ഇമ്പോസിബിളാണ്. അപ്പം ഇവൾ എങ്ങനെയോ ഒന്നുകിൽ ഈശോ വരുന്ന സ്ഥലത്ത് അവൾ അവിടെ ഇരിക്കുകയായിരുന്നു. അവളവിടെ ഇരുന്നിട്ട് ഇഴഞ്ഞുപോയി അവൻ്റെ കാലിൽ തൊട്ട് കാണും. ഞാൻ കാലിലാണ് തൊട്ടത്, വസ്ത്രത്തിലാണ് തൊട്ടത് എന്ന് ബൈബിൾ പറയുമ്പോൾ കാലിലാണ് തൊട്ടതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? കാലിലാണ് തൊട്ടെന്ന് പറഞ്ഞതിൻ്റെ കാര്യം, ഈ തിക്കും തിരക്കിൽ ഒരാൾ തുണി തൊട്ടാൽ കാലെ തൊട്ടിരിക്കും, തൊടും. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അവൻ്റെ കാലിൽ പോയി തൊട്ടു. അവൻ്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും എന്നവൾ വിചാരിച്ചിരുന്നു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു.
താൻ രോഗവിമുക്തയായിരിക്കുന്നെന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു. ഇത് ഒരിക്കൽ നമുക്ക് നമ്മുടെ ഈ കൂട്ടായ്മയിലുള്ള ഒരു സഹോദരൻ്റെ അമ്മ ഓവർ ബ്ലീഡിങ് ആയിട്ട് ഇതേ പ്രശ്നമായിട്ട് വർഷങ്ങളായിട്ട് പ്രശ്നം അനുഭവിച്ചിരുന്നൊരു സഹോദരിയാണ്. അപ്പോൾ ആ സഹോദരി ഈ വചനഭാഗം വായിച്ചപ്പോൾ, യേശുവിനെ തൊട്ടപ്പോൾ ഈ ഹെമറേജ്, ഈ ബ്ലീഡിങ് മാറി എന്ന് വായിച്ചപ്പോൾ ഒരു വിശ്വാസം ഉണ്ടായിട്ട് കോർപ്പർ ക്രിസ്റ്റിയുടെ തിരുനാളിൽ, പരിശുദ്ധ കുർബാനയുടെ തിരുനാളിൽ തിരുവനന്തപുരത്തെ ഒരു പള്ളിയിൽ അച്ഛൻ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് ആരാധന, ഈ യൂക്കരിസ്റ്റിക് പ്രൊസഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ചേച്ചി എന്നാ എന്നറിയാം, ഇങ്ങനെ വിശ്വസിച്ചു, ഇപ്പോൾ കർത്താവില്ലല്ലോ, കർത്താവിനെ പോയി തൊടാൻ പറ്റില്ലല്ലോ, ഞങ്ങളുടെ വികാരി അച്ഛൻ ഈശോയാണ്, ഈശോയുടെ സ്ഥാനത്താണ് അച്ഛൻ കുർബാന അർപ്പിക്കുന്നത്, ഈശോയുടെ സ്ഥാനത്താണ് കുമ്പസാരിപ്പിക്കുന്നത്, അപ്പോൾ കർത്താവിനെ തൊടുകയാണ് എന്ന വിചാരത്തോടെ അച്ഛൻ്റെ തിരുവസ്ത്രത്തിൻ്റെ എവിടെയോ ഈ ചേച്ചി തൊട്ടു. എൻ്റെ കയ്യിൽ ആ കുടുംബം എഴുതി തന്ന ടെസ്റ്റിമണി ഇരിപ്പുണ്ട്. അന്നു മുതൽ ആ സ്ത്രീയുടെ ബ്ലീഡിങ് വിട്ടുമാറി. ഇതിവിടെ ഇരിപ്പുണ്ട്, ടെസ്റ്റിമണി ഇവിടെയുണ്ട്. നമ്മുടെ ഇവിടെ ഈ കൂട്ടായ്മ വരുന്നൊരു സഹോദരൻ്റെ അമ്മയാണ്. അപ്പോൾ വിശ്വാസം കണ്ടോ, ഇത് 2021-ലും 2020-ലും 2015-ലും ഒക്കെ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ സഹോദരി കർത്താവിൻ്റെ, എനിക്ക് ഈശോയൊന്ന് തൊട്ടാൽ മതി, എനിക്ക് സുഖം കിട്ടും എന്നവൾ വിചാരിച്ചിരുന്നു. നേരെ ചെന്നു അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ടു. ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്നറിഞ്ഞ് പെട്ടെന്ന് ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞു. അത് ഇങ്ങനെ സ്ലോ മോഷനിൽ തിരിഞ്ഞല്ല, പെട്ടെന്ന് ഈ ഞെട്ടിത്തിരിയത്തില്ലേ, ഭൂം എന്ന് പറഞ്ഞ് പവറങ്ങ് പോയി. അപ്പോൾ ഒരാൾ കണ്ടോ, ഇത് നമ്മൾ ദിസ് ഈസ് സംതിങ് വെരി ഡ്രാമാറ്റിക്. നിസാരമായിട്ട് നമ്മൾ വായിച്ച് വിടേണ്ട ഒരു സാധനമല്ലത് എന്ന് പറഞ്ഞാൽ, ഈ സ്ത്രീ അങ്ങോട്ട് ചെന്നിട്ട് അവരിങ്ങനെ ഒന്ന് തൊട്ടു. അപ്പോൾ ഇങ്ങനെ ഈ പവർ അങ്ങ് റിലീസ് ചെയ്യപ്പെട്ടു. ശരീരത്തിൽ നിന്ന് ശക്തി അങ്ങനെ പോകുമ്പോൾ കർത്താവിൻ്റെ കറണ്ട് പാസ് ചെയ്യുന്നത് പോലെ ആരിലേക്കോ ശക്തി ഒഴുകിയെന്ന് കർത്താവിന് മനസ്സിലായി. പെട്ടെന്ന് തിരിഞ്ഞു. ക്വിക്ക് ആക്ഷനാണ്. പെട്ടെന്ന് അങ്ങോട്ട് തിരിഞ്ഞു. ആരാ തൊട്ടെ? കോമഡിയാണ്, കാരണം ആരാ തൊടാത്തെ? ഇത്രയും പേര് തിക്കി തിരക്കുന്നൊരു സ്ഥലത്ത് ആരാ തൊടാത്തെ? നോ, സംബഡി ഹാസ് റിയലി ടച്ച്ഡ് മീ. ഒരുപാട് പേര് തിക്കി തിരക്കുന്നുണ്ട്, പക്ഷെ ഒരാൾ തൊട്ടിട്ടുണ്ട്. ഇത് നമുക്ക് വലിയൊരു ഭാരം ഇത് നമുക്ക് തരുന്നുണ്ട്. നമ്മളിങ്ങനെ ഒത്തിരി പേര് തിക്കി തിരക്കുന്നുണ്ട്, നമ്മൾ ശരിക്കും തൊട്ടുന്നുണ്ടോ? ഒരു ചോദ്യം വരാവുന്ന ഇതാണ്, കർത്താവിനറിയാം ആരോ തൊട്ടു, ഇനി ആരാ തൊട്ടേന്നും കർത്താവിനറിയാം. ഈ ആരാ തൊട്ടേന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ശക്തി പുറപ്പെട്ട് നമുക്ക് സൗഖ്യവും കിട്ടി. ചോദ്യം പിന്നെന്തിനാ ഈ തിരിഞ്ഞുള്ള ചോദ്യം? ഈ പാവപ്പെട്ട സ്ത്രീയെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നാണം കെടുത്തുന്ന എന്തിനാ? സൗഖ്യം കിട്ടി, മനസ്സിലായി ഞാൻ പറഞ്ഞത്? എടാ, സൗഖ്യം കിട്ടി. ഈ കർത്താവിനറിയാം ഈ ചേച്ചിയാണെന്നറിയാം, ഈശോയ്ക്ക് അറിഞ്ഞൂടെ? അറിയാം. അവർക്ക് സൗഖ്യം കിട്ടി, കർത്താവിന് മനസ്സിലായി, ശക്തി പുറപ്പെട്ടു. എൻ്റെ ചോദ്യം ഇതാണ്, പിന്നെന്തിനാണ് ചോദിച്ചത് ആരാ തൊട്ടേന്ന്? എന്തെന്നറിയാം എൻ്റെ ഉത്തരം? കർത്താവിനൊരു നിർബന്ധമുണ്ട്. ഒരാൾക്ക് ശാരീരിക സൗഖ്യം മാത്രം കിട്ടിയാൽ പോരാ, അനുഗ്രഹം മാത്രം കിട്ടിയാൽ പോരാ. ഈ അനുഗ്രഹം തന്നവനുമായി ഒരു ബന്ധം ഉണ്ടാവണം. അതുകൊണ്ടാണ് തിരിഞ്ഞിട്ട് ആരാ തൊട്ടെ വാ. പോകുമ്പോൾ എന്താ വിളിച്ചെന്നറിയാമോ? മോളെ എന്നാ വിളിച്ചേ. ഡോട്ടർ, മകളെ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നു മുതൽ നീ ദൈവരാജ്യം എന്ന കുടുംബത്തിലെ മെമ്പറാണ്, എൻ്റെ അപ്പൻ്റെ മകളാണ്. ശാരീരിക സൗഖ്യം മാത്രമല്ല, മറിച്ച് കർത്താവിൻ്റെ കുടുംബത്തിലെ മെമ്പറാക്കി മാറ്റണം. ഇതാണ് കർത്താവിൻ്റെ നിർബന്ധം. കുറേ അനുഗ്രഹം കൊടുത്ത് വിടുകയല്ല. അനുഗ്രഹം കൊടുത്ത് വിടുകയാണെങ്കിൽ ഓക്കെ, 10 പേർക്ക് തലവേദന മാറി, 10 പേരുടെ നടുവേദന മാറി, 15 പേരുടെ തളർവാദം മാറി, അങ്ങനെ പറഞ്ഞ് വിട്ടാൽ മതിയായിരുന്നു. അത്ഭുതങ്ങളെല്ലാം എന്തിനു വേണ്ടിയാണ്?
അത്ഭുതങ്ങൾ മുഴുവൻ ഈ അത്ഭുതം തന്നവനെ കണ്ടുമുട്ടാൻ വേണ്ടിയിട്ടാണ്. അവനെ കണ്ടുമുട്ടുന്നില്ലെങ്കിൽ ഈ അത്ഭുതങ്ങളെല്ലാം പാഴ്വേലയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോ കർത്താവ് ചോദിച്ചു, ആരാണ് എന്നെ തൊട്ടത്? ആരാണിത് ചെയ്തതെന്നറിയാൻ യേശു ചുറ്റും നോക്കി. കണ്ടോ, ചുറ്റും നോക്കി. ആരെങ്കിലും തൊട്ടാൽ അവൻ പെട്ടെന്ന് കറങ്ങി നോക്കും. കർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് റെസ്പോൺസ് വരും. തൊട്ടെങ്കിൽ അവൻ നോക്കും. ടേൺ അറൗണ്ട് എന്നാണ് പറഞ്ഞത്. ചുറ്റും നോക്കി. ഇത്രയും പേര് തെക്കിത്തിറങ്ങി മൈൻഡ് ചെയ്യാതെ വിടാവുന്ന ഒരു കേസാണിത്. പക്ഷെ വിടുന്നില്ല, കാരണം അവൻ ചുറ്റും നോക്കി. ആരാ തൊട്ടെ? പറ, ആരാ തൊട്ടെ? ഇന്നും ഇത് ആവർത്തിക്കുന്നുണ്ട് എന്ന് മാത്രം ഓർത്തിരിക്കുക. അപ്പോൾ ആ സ്ത്രീ തനിക്ക് സംഭവിച്ചതറിഞ്ഞ് ഭയന്ന് വിറച്ച് അവൻ്റെ കാൽക്കൽ വീണ് സത്യം തുറന്ന് പറഞ്ഞു. വീണ്ടും അവൻ്റെ കാൽക്കൽ വീണു അവൾ. എന്തിനാ ഭയന്നേ? തൊടാൻ പാടില്ല, തൊട്ടാൽ അശുദ്ധമാവും. പേടിച്ചുപോയി. അപ്പോൾ ഭയന്ന് വിറച്ച് സത്യം തുറഞ്ഞു. അവൻ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. ജോൺ പോൾ മാർപ്പാപ്പ കൂദാശകൾ വിവരിച്ചപ്പോൾ അതിനാമുഖമായി ഈ പടം കൊടുത്തതിൻ്റെ കാരണം ഒരു കുമ്പസാരക്കൂട്ടിൽ നമ്മൾ കേൾക്കുന്ന വാചകമാണിത്: സമാധാനത്തോടെ പോവുക, സമാധാനത്തോടെ ഗോ ഇൻ പീസ്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. വിശ്വാസം കൊണ്ട് ഇവൾക്ക് സൗഖ്യമല്ല കിട്ടിയത്, ഇവൾ മകളായിട്ട് മാറി. വിശ്വാസം കൊണ്ട് ഇവൾ ദൈവരാജ്യത്തിലെ മെമ്പറായി മാറി. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം അവിടുന്ന് ദൈവ മക്കളാകാൻ കഴിവ് നൽകി. ദൈവ മക്കളായിട്ട് മാറി. സമാധാനത്തോടെ പോവുക, വ്യാധിയിൽ നിന്ന് വിമുക്തയായിരിക്കുക. എന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങേക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈശോയെ കണ്ടുമുട്ടിയ ഓരോ വ്യക്തികളെയും ഞങ്ങൾ പഠിക്കുമ്പോൾ അത് ഞങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കുന്നതാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, ഇന്ന് രക്തസ്രാവക്കാരി നിന്ന സ്ഥാനത്ത് ഞങ്ങൾ നിൽക്കുകയാണ്. ഞങ്ങളങ്ങേ പൂർണ്ണ വിശ്വാസത്തോടെ തൊടാനും അങ്ങിൽ നിന്ന് ശക്തി പുറപ്പെടാനും, കർത്താവേ, അങ്ങ് തിരിഞ്ഞു നോക്കി ആരാണ് തൊട്ടത് എന്ന് ചോദിക്കാനും, കർത്താവേ, അങ്ങ് മകനെ മകളെ എന്ന് വിളിക്കാനും പര്യാപ്തമായ വിശ്വാസം ഞങ്ങൾക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. യേശുവേ, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.